മതസൗഹാർദ്ദം പാടെ തകർന്നിരിക്കുന്നു. സഹവർത്തിത്വത്തിന്റെ പാതയിലൂടെ നീങ്ങേണ്ട മതങ്ങൾ ഇന്ന് ഏറ്റുമുട്ടലിന്റെ പാതയിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രം പുറത്തു നിന്നും അകത്തു നിന്നും ഇത്രയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വർഗീയത മാത്രമല്ല പ്രശ്നം, ഞാൻ അല്പം താമസിച്ചു പോയി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ചു കാണരുത്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുത്ത് നേടാൻ നമുക്ക് കഴിയൂ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. നിങ്ങളിൽ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എൻ്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഒരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 2,35,000 രൂപ 49 പൈസ. ലാഭം എനിക്ക് ആവശ്യമില്ല. അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട്. പത്രത്തിൽ പേര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കിതേ വരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോൾ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എൻ്റെ കൈ കൊണ്ട് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. അയ്യോ, കൊള്ളാം. കാണാതായവനെ അന്വേഷിക്കുന്നതിന് വരെ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കാം. അപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നില്ലേ, കാണായിരുന്നു. നീ വന്ന് വിളിച്ചു പോവുകയാ കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്ന നാട്ടുകാരെ മുമ്പ് വെച്ചാ ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. അതായപ്പോ ചേട്ടൻ ചെയ്തത്. വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് നിന്ന് കയറാൻ. നിനക്ക് മനസ്സിലാവില്ല. എടാ, രാജ്യസ്നേഹം വേണം, അറിയോ? ഷോക്ക് അടിക്കേണ്ട ടൈമായി. ഓക്കെ, ഗോ. ഇതുവാടാ പിള്ളേരെ, പോളയിൽ പോടാ. സാറേ, ചെത്തി കിടക്കുവാണോ ചേച്ചിമാരെ? പോകോ സാറേ. സാർ, ഇതെന്തൊരു ട്രാഫിക്. വിശന്നിട്ട് കണ്ണ് പൊടിയുന്നു. പൊടിയും വയറ് നിറച്ച് കുടിച്ചതല്ലേ ചേട്ടാ. ഇനി ഒരുത്തനെ അന്വേഷിച്ച് നടക്കാൻ ഞാനില്ല. അവിടെ ആയിരുന്നെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പൈസയും തീർന്നു. അവനില്ലാതെ ഭ്രാന്താശുപത്രി നിന്നിട്ട് എന്താ കാര്യം? പ്രശ്നമാ? ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ നമ്മൾ നടന്നു തുടങ്ങിയ നേരം പരപരാന്ന് വെളുക്കുമ്പോ അങ്ങ് എത്താം. അമീന്റെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും അകത്ത് കയറാം. നടന്നു പോവാനോ? ഞാനില്ല. എന്നാൽ ഓട്. എന്നാ കാറിപ്പ. കാശ് വേണ്ടേ? കാശില്ല. നീ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞ അടിച്ചിന്റെ പല്ലിന്റെ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. നാളെ
നമ്മൾ എന്റെ വീട്ടിൽ പോകുന്നു, ആവശ്യമുള്ള കാശ് വാങ്ങുന്നു, ആ കൂടെ എനിക്ക് എന്റെ മോളെയും കുഞ്ഞിനെ കാണുകയും ചെയ്യാലോ. തിരിച്ചു വരുന്നു, അന്വേഷണം തുടരുന്നു. അപ്പൊ ഇന്ന് രാത്രി പട്ടിണി. രാത്രി നമ്മൾ ഉറങ്ങാൻ പോകല്ലേ, നാളെ സുഖമായിട്ട് സദ്യ ഉണ്ടെന്ന് സ്വപ്നം കണ്ട് ഉറങ്ങുന്നു. ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനമാണെന്ന് കരുതിയാണ് എന്റെ അനിയൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അവൻ എവിടെ പോയെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. എനിക്കിപ്പോ അറിയണം അവൻ എവിടെ. അവൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. ഓഹോ, ചികിത്സിക്കാൻ കൊണ്ടുവന്നാണോ മാർക്കറ്റിൽ അയക്കുന്നത്? മാർക്കറ്റല്ല, അവൻ സ്ഥലം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ എല്ലാം തുറന്നു പറയാം. അവര് 4 പേര് ഇവിടുന്ന് ചാടിപ്പോയതാ. ഇവനാണ് അതിന് കാരണക്കാരൻ. ഇവന്റെ പോക്കറ്റിൽ നിന്ന് സെല്ലിന്റെ ചാവി മോഷ്ടിച്ചാണ് അവര് പുറത്തിയാടിയത്. ശരിയാണോ? അവര് മോഷിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. ഓ അത് ശരി. അപ്പൊ നീ എന്നോട് കള്ളം പറയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നെ സസ്പെൻഡ് ചെയ്തിട്ടാണ് ഊരാൻ നോക്കണ്ട. അവര് 4 പേരും ഇവിടെ പിടിച്ചോണ്ടതിന് ശേഷം ഇതിനകത്ത് കയറിയാ മതി. അല്ല, ഞാൻ അവിടെ പോയി പിടിപ്പിക്കരുത്. ഈശ്വരനെ വിചാരിച്ച് പോലീസിലും സർക്കാരിലൊക്കെ പരാതി കൊടുത്ത് എന്നെ വഴിയാധാരാക്കരുത്. ഇവൻ കൂടെ വരും, അനിയനെ കണ്ടുപിടിക്കാൻ ഇവ സഹായിക്കും. പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ചേട്ടാ, ജനമ്പെന്ന് ഇവിടെ പൊട്ടിപ്പോവും. ഓ നല്ലോണം നോക്കിക്കോ. ഇതന്നെയാണോ? ആണെന്നാ തോന്നുന്നേ. പട്ടിയുടെ വിടാ. ആ, ഇതാ വീട്. അപ്പൂപ്പൻ മിനി, മരുമോനാ, മകളുടെ ഭർത്താവ്. അമ്മാവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിങ്ങളെല്ലാം ഒന്ന് കാണാന്ന് വിചാരിച്ച്. പിന്നെ എന്റെ കാശില്ല. അതിനൊരു കത്തയച്ച പോരായിരുന്നോ? കാശ് ഞാൻ അവിടെ എത്തിച്ചേരുമായിരുന്നല്ലോ. അന്നേരം എന്റെ മോളെ, വാ മോളെ, അപ്പൂപ്പൻ ചോദിക്കട്ടെ. മിനി, അതോ ഇത് തരാൻ പറഞ്ഞു. മോള് വാ. വാ മോളെ, വാ. ഞാനും വീട്ടിലേക്കൊന്ന് പോണോന്ന് വിചാരിച്ചതാ. ഇനി പോണ്ടല്ലേ? പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ. ഞാൻ ഓടി, നീ ഓടിക്കൂ, ഞാൻ ഓട്ടോറിക്ഷ വരാം. ആണോ?
അതെടുത്തോണ്ട് വാ. ഞാൻ പോട്ടെ. കൃഷ്ണ അവരെ എന്നെ കണ്ടിട്ട് പിടിക്കാതെ പോയാ നീ ഓടാ, അവിടെ ഒരുത്തനെ പിടിക്കാൻ പോകുമ്പോഴാണ് കുശലം പറിച്ചില്ല. ഓടാ, യോമാരെ പിടിച്ചോണേ. വേണു, നീ ഇത് എവിടെ ആയിരുന്നടാ? നിന്നെ എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. വാ. ഒരു നീല വെളിച്ചം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്നാണ് ശബ്ദം. നിങ്ങളൊക്കെ നല്ല ഉറക്കം. മോനെ, ഞാൻ വിളി കേട്ടു. എന്തോ നീ എന്നോടൊപ്പം വരൂ, നിന്റെ മാർഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ എഴുന്നേറ്റു. അപ്പൊ വീണ്ടും ഒരു അശരീരി, നീ എന്റെ പിന്നാലെ നടക്കുക. ഞാൻ ആ നീല വെളിച്ചം നോക്കി നടന്നു. കുറെ ദൂരം നടന്നപ്പോ നീല വെളിച്ചം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഞാൻ നോക്കുമ്പോ എന്റെ മുന്നിൽ ഒരു ഗാനമേള ട്രൂപ്പിന്റെ ഓഫീസ്. അങ്ങനെയാ മതി നിന്റെ അശരീരി നീല വിളിച്ചോ. ഏതായാലും ഭാവതരെ കണ്ടെത്തിയില്ലേ, ഇനി തിരിച്ചു പോകുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാം. നാളെ രാവിലെ ഫസ്റ്റ് ബസ്സിന് പോയാൽ മതി. നേരം വിളിക്കുമ്പോ ഇവനെ വീണ്ടും കാണാതാവും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ബസ്സിന് പോവാം. ലാസ്റ്റ് ബസ് അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ? ഐഡിയ. നമ്മൾ എന്തിനാ തിരിച്ചു പോകുന്നേ? തിരിച്ചു പോകാതെ പിന്നെ ഇതിനാണ് ഭ്രാന്തെന്ന് പറയുന്നത്. അവന് പറയാനുള്ള അവസരം കൊടുക്കേ. ചേട്ടാ, നമ്മളിപ്പോ ഇവിടെ ഇരിക്കല്ലേ? ഇവിടെ ഇപ്പൊ ഷോക്കില്ല, ആരും പൂട്ടിയിടാനില്ല. ഇഷ്ടം പോലെ എവിടെ വേണേലും പോവാം, എത്ര പാട്ട് വേണേലും പാടാം. സ്റ്റോപ്പ് എന്നും പറഞ്ഞ ആരും വരില്ല. 3 നേരം കഴിക്കണ്ടേ? അതിന് കാശ് എവിടുന്നാ? കാശുണ്ടാക്കണം. കാശുണ്ടാക്കുന്നത് എങ്ങനെയാ നിനക്ക് അറിയാവോ? അതല്ല ചേട്ടാ, അധ്വാനിക്കണമെന്ന്. അതെ, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണം. അതിന് നമ്മക്കാര് ജോലി തരാനാ? അതെ, ഞാൻ നല്ല ഒന്നാം തരം മെക്കാനിക്കാ. എനിക്ക് എവിടെ പോയാലും ജോലി ഉറപ്പാ. തിരിച്ച് എന്നിട്ട് ഡോക്ടർമാർക്ക് പ്രയാസം ഉണ്ടാവില്ലേ? അതൊന്നുമില്ല, നമ്മളില്ലെങ്കിൽ വേറെ ഭ്രാന്തന്മാര്. എന്തോ എനിക്ക് അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല. ചേട്ടൻ എസ് എന്ന് പറഞ്ഞാ ഞാൻ റെഡി. ചേട്ടൻ പട്ടാളത്തിലായിരുന്നില്ലേ? പോലീസായിട്ട് നടക്കരുതോ? ഓ, അതിന് ഞാൻ റിട്ടയർ ചെയ്തു. പെൻഷൻ പറ്റിയില്ലെന്ന്. അത് ശരി. ഞാനേ പട്ടാള വേഷം ഇട്ടുകൊണ്ട് നേരെ പട്ടാളത്തിലോട്ട് കയറി ചെന്നു. എന്റെ പേഴ്സണാലിറ്റി കണ്ട് അവരെന്നെ എടുത്തു. അതുപോലെ നീ പോലീസ് വേഷം ഇട്ടുകൊണ്ട് നേരെ കയറി ചെല്ലടാ, നിന്നെ എടുക്കും. ഊക്കം പേഴ്സണാലിറ്റി അല്ലേ? അതിനിപ്പോ യൂണിഫോം ഒക്കെ തയ്പ്പിക്കണ്ടേ? എന്തായാലും ഞാൻ ഇനി ആശുപത്രിയിലോട്ടില്ല. ചേട്ടന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ കാര്യം ഇവിടെ, അതിന് ഞാൻ വഴി കണ്ടോളാം. ഇവനെന്തോ ചെയ്യും? ഞാൻ പണം വരച്ച് കാശുണ്ടാക്കും. പിക്കാസോ എന്നൊന്നും കേട്ടിട്ടില്ലേ? അതിന് പിക്കാസ് വായിക്കാനുള്ള കാശ് വേണ്ടേ? മോഡേൺ ആർട്ടിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? നിർത്ത്. തർക്കിച്ച് നിന്നാ പറ്റില്ല. ദേ, ചേട്ടൻ തീരുമാനിക്കും. ഓക്കെ ബോയ്സ്, നാളെ മുതല് നമ്മൾ ഇവിടെ ഈ സിറ്റിയിൽ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നു.